ഇങ്ങനൊരു കോമ്പിനേഷൻ ഇങ്ങനെ സ്റ്റുഡിയോയിൽ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ അതിനൊരു അവസരം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിട്ടുകളയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ചീഫ് ഗസ്റ്റ് ആയിട്ട് നമ്മുടെ സിനിമയെ കുറിച്ച് സംസാരിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് മലയാളത്തിലെ ഫസ്റ്റ് എക്സ്ക്യൂസ് മീ മലയാളത്തിൽ മറ്റന്നാൾ റിലീസ് ആവുന്ന പടം അല്ലല്ല ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോട്ടെ. മലയാളത്തിലെ ഫസ്റ്റ് വ്ളോഗറാണ്, മലയാളത്തില് ഫീമെയിൽ വ്ളോഗറാണ്. ആൻഡ് ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ ആളുകൾ ഞങ്ങളുടെ ഇവിടെ തന്നെ സ്റ്റേഷനിൽ പലപ്പോഴും പല സിനിമകളുടെ ഭാഗമായിട്ട് പ്രൊമോഷൻ ആക്ടേഴ്സ് ആയിക്കോട്ടെ ആക്ട്രസസ് ആയിക്കോട്ടെ വരാൻ നേരത്ത് മിഥുൻ്റെ അടുത്ത് പ്രത്യേകം പറയണം ഞാൻ കേൾക്കാറുണ്ട്, ഞാൻ താങ്കളുടെ വൈഫിൻ്റെ വലിയൊരു ഫാനാണ്, ഞാൻ അന്വേഷിച്ചു എന്ന് പറയണം എന്ന് പറയാറുണ്ട്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഒരു മെയിൻ ഞാൻ ഇതിന് മുൻപ് ലക്ഷ്മിയോട് ചോദിക്കുന്നു വിചാരിച്ചാണ്. ലക്ഷ്മി ആദ്യമേ തന്നെ വെൽക്കം ടു ഹിറ്റ് 96.7 FM. വെൽക്കം ലക്ഷ്മി മേനോൻ. വെൽക്കം ലക്ഷ്മി മേനോൻ. മിഥുൻ ഇത്രയും ഡീസന്റ് ആയിട്ട് വെൽക്കം ചെയ്ത് കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞോളൂ, എല്ലാരും പിടിച്ച് കസേര കയറ്റിയിരുത്തുന്ന ഞാനാണ്. അങ്ങനെ എന്തെല്ലാം സത്യങ്ങൾ. അപ്പൊ ലക്ഷ്മി, ഞാനൊരു കാര്യം ചോദിക്കണം എന്ന് വെച്ചാൽ, ലക്ഷ്മിയുടെ അഭിനയത്തിനെ കുറിച്ച് നമുക്ക് ആർക്കും ഒരു ക്വസ്റ്റ്യൻ ഇല്ല. കാരണം ഞങ്ങൾക്ക് 100% ആ ഒരു ടാലന്റില് അത്രയും ഉറപ്പുണ്ട്. ഏത് ക്യാരക്ടറും ലക്ഷ്മിയുടെ കയ്യിൽ സേഫ് ആയിരിക്കും. പക്ഷെ എന്തുകൊണ്ട് ഇത്രയും, എനിക്കറിയാം ലക്ഷ്മിയുടെ ഫസ്റ്റ് മൂവി അല്ല എന്നുള്ളത്, പക്ഷെ ഒരു ലീഡ് ക്യാരക്ടറിലോട്ട് ഇത്രയും നാളായിട്ട് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷ്മി അവസാനം സിനിമയിൽ യെസ് ഈ വലിയ ലീഡ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ബില്ലപ്പ് കൊടുക്കുമ്പോഴല്ലോ, ഞാൻ ആ ദിവസം 3 ദിവസം വർക്കിന് പോയിട്ടുള്ളൂ കേട്ടോ. പക്ഷെ സിനിമയിലെ പ്രധാന കഥാപാത്രം 2 നായികമാരാണ് അതിനകത്ത്. ആ 2 മെയിൻ നായകന്മാരുടെ പാർട്ട്നേഴ്സ് ആയിട്ട് വരുന്നത് അതിൽ ഒരു വ്യക്തി തന്നെയാണ് ലക്ഷ്മി, സലോമി. എന്തുകൊണ്ടെന്ന് പറയൂ. എന്തുകൊണ്ട് ഇത്രയും വർഷം ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ഇതിനു മുൻപേ സിനിമയിലേക്ക് ആരും വിളിച്ചിട്ടില്ല. ശരിക്കും എന്നെ ആരും പടത്തിന് വിളിച്ചിട്ടില്ല. വിളിക്കുന്ന വല്ല ഷോർട്ട് ഫിലിം അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങൾക്കൊക്കെ വിളിക്കാറുണ്ട്. അപ്പൊ ചില ഷോർട്ട് ഫിലിംസ് ഒക്കെ ഞാൻ ചെയ്യാറുണ്ട് പറ്റുന്ന തോന്നിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ചെയ്യാറില്ല. എന്നെ വിളിച്ചിട്ടില്ല, ഫീച്ചർ ഫിലിമിനെ അങ്ങനെ വിളിച്ചിട്ടില്ല. ഇതിപ്പോ ഞാൻ എൻ്റെ മാർട്ടിൻ ചേട്ടനാണ്. ഞാൻ കഞ്ഞിക്കടയിൽ കഞ്ഞി കുടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാർട്ടിൻ ചേട്ടൻ വിളിച്ചിട്ടാണ് ചോദിച്ചത്, ലക്ഷ്മി നാട്ടിൽ നമ്പർ ഉണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി, ആരാണാവോന്ന് വെച്ചാൽ ഞാൻ ഫോൺ എടുത്തത്. എന്നോട് പറഞ്ഞു ഷാഹിയുടെ പടത്തിൽ അഭിനയിക്കൂ. അഭിനയിക്കാൻ ചേട്ടാ, എന്തൊരു എക്സൈറ്റ്മെന്റ് ഇല്ലാത്ത. എക്സൈറ്റ്മെന്റ് ഉണ്ട്, കഞ്ഞി കുടിച്ചോണ്ടിരിക്കുക അതാന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷാഹി ചേട്ടനെ കോൺടാക്ട് ചെയ്ത് അങ്ങനെയാണ് ഈ പടത്തിലേക്ക് തന്നെ വരുന്നത്. അതൊരു അതിന് മുമ്പ് എന്നെ വിളിച്ച് പറഞ്ഞു, അതായത് എന്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഷാഹിയുടെ പടത്തിൽ ഇങ്ങനെ കഴിഞ്ഞിട്ടാ പറഞ്ഞത്. അല്ലല്ല ചോദിച്ചത് അഭിനയിക്കുവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു താൻ തന്നെ വിളിച്ച്, കഥ എനിക്കറിയില്ല, ഇതൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് ഇല്ല താൻ തന്നെ വിളിച്ച് ചോദിക്കുന്നു പറഞ്ഞ് മാർട്ടിന്റെ അടുത്ത് പറഞ്ഞത് ഞാനാ. ആണോ? ആ, അതായത് ഞാൻ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അടുത്ത് ഒരു 10 എക്സ്ക്യൂസ് പറയും. അതായത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ സംഭവം ഉപയോഗിക്കാറുണ്ട്. അതായത് ഞാനിപ്പോ ഒരിടത്ത് ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് പോകണം എന്ന് പറഞ്ഞെന്ന് വെച്ചു, എന്തിനാണ് അപ്പം പോണേ, നമ്മളെന്തിനാണ് ഉച്ചയ്ക്ക് പോണേ, വൈകുന്നേരം പോയാ പോരെ എന്ന് ചോദിക്കും. അതേസമയം അത് വേറെ കാരണം. മുൻചേട്ടൻ ഉച്ചയ്ക്ക് പോവാന്ന് പറഞ്ഞാൽ ഈ അടിച്ചു വരാൻ പോണ പോലെയാ, കാലത്തേ പോയിരിക്കണം അവിടെ പോയിട്ട്. എന്നെ കൊണ്ട് പറ്റില്ല. നമുക്ക് ഒരുങ്ങിയൊക്കെ പോണെങ്കിൽ നമുക്കൊരു സമയത്തിന് പോയാൽ പോരെ, നേരത്തെ അടിച്ചു വരി പോയിരിക്കാൻ പോകേണ്ട ആവശ്യം. ഞങ്ങൾ എപ്പോഴും പറഞ്ഞ കാര്യം, മിഥുൻ ഹോസ്റ്റിങ്ങിന് കിട്ടി കഴിഞ്ഞാൽ മിഥുൻ തന്നെ ഒന്ന് കസേരയൊക്കെ പറക്കിടും. എല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്താണ് ഇത്ര നേരത്തെ പോണേന്ന് ഞാൻ ചോദിക്കുന്നത്. തെറ്റാണോ? ഒരിക്കലല്ല, എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതേപോലെ അപ്പൊ ഞാൻ പറഞ്ഞു, മാർട്ടിൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മാർട്ടിൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ എടോ ലക്ഷ്മി ചെയ്യൂ ഇങ്ങനൊരു സാധനമുണ്ട് ഇത് ചെയ്യോ. അപ്പൊ ഞാൻ പറഞ്ഞു താൻ തന്നെ വിളിച്ചു ചോദിക്കും, ഞാൻ പറയാം താൻ തന്നെ വിളിച്ചു ചോദിക്കും, തൻ്റെ നമ്പർ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ഞാൻ വിളിച്ചു ചോദിക്കാൻ പോവാ, കുഴപ്പമില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു എനിക്കെന്ത് കുഴപ്പം ചോദിക്കുന്നു പറഞ്ഞു. അങ്ങനെയാണ് മാർട്ടിൻ വിളിച്ചത്. ഓ ശരി, ഞാനിത് എവിടെയും പറഞ്ഞിട്ടില്ല കേട്ടോ, കാരണം എനിക്ക് ഈ സ്റ്റോറി അറിയില്ല ഇങ്ങനെ വിളിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ളത്. ശരി, ഞങ്ങൾ ഇവിടെ കഴിഞ്ഞ ദിവസം ഷോ നടക്കുന്ന സമയത്താണ് പോസ്റ്റർ ലോഞ്ച് വന്നിട്ടുണ്ടായിരുന്നത്. പോസ്റ്റർ കണ്ടപ്പോൾ തന്നെ ഞാൻ ഉൾപ്പെടെ എന്നെ പരിചയമുള്ള ആൾക്കാരൊക്കെ പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് എന്നും എന്ന് പറഞ്ഞ മാതിരി ലക്ഷ്മിനെ കാണുന്നതാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ. പക്ഷെ ആ പോസ്റ്റർ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ അകത്തൊരു ക്യാരക്ടറുണ്ട്, ഒരു കഥാപാത്രം, സലോമി. 100% നമ്മളുടെ സാധാരണ നമ്മൾ കാണുന്ന ലക്ഷ്മിയിൽ നിന്നും ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള കൃത്യമായിട്ട് ഒരു കഥാപാത്രത്തെ നമുക്കൊരു പോസ്റ്ററിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. എന്താണ് നമ്മളുടെ സലോമി എന്ന് പറയും? സലോമിയെ കുറിച്ച് കൂടുതൽ പറയാൻ പറ്റില്ല. ഓ, അധികം പറയാൻ പറ്റാത്ത ഒരു ക്യാരക്ടറാണോ? അല്ല, ഞാൻ എനിക്ക് പറഞ്ഞു വരുമ്പോഴേക്കും സിനിമ തീരും. അതുകൊണ്ട് എനിക്ക് ഫുള്ളായിട്ട് പറയാൻ പറ്റില്ല. ദിലീഷേട്ടന്റെ വൈഫാണ് ക്യാരക്ടറുടെ പേര് സലോമി എന്നാണ്. പിന്നെ അങ്ങനെയൊക്കെ തന്നെ, അത്രേ ഉള്ളൂ. പിന്നെ പറഞ്ഞില്ല ഞാനത് എന്താന്ന് വെച്ചാൽ ഈ സലോമി എന്ന് പറഞ്ഞ ക്യാരക്ടർ എനിക്കറിയാം, അതാണ്. പക്ഷെ ഞാൻ പറയണമെന്ന് വെച്ചാൽ ഈ ക്യാരക്ടറിന്റെ ഏറ്റവും വലിയ
ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാരക്ടർ തുടക്കം മുതൽ അവസാനം വരെയും ഭയങ്കര ഒരു മോശ സ്വഭാവമുള്ള ക്യാരക്ടർ. അങ്ങനെയൊന്നുമില്ല, അങ്ങനെ മോശം സ്വഭാവം അങ്ങനെയൊന്നും ഇതൊക്കെ ഫുൾ ഇവിടെ പറയാൻ പാടില്ല. പടം പോയി കാണട്ടെ. ഒരു വഴക്കാളിയാണോ ആര്? ഈ മോഹം കണ്ടിട്ട് എന്ത് തോന്നുന്നു? അങ്ങനെ ഒരു ഡൗട്ട് എനിക്ക് തോന്നി ആ ക്യാരക്ടർ. ഇവര് ശരിക്കും പറഞ്ഞാൽ കാസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ എന്റെ ലൈഫ് കണ്ടിട്ട് കാസ്റ്റ് ചെയ്ത ആളെന്ന് പോലും എനിക്ക് ഡൗട്ടുണ്ട്. അല്ല അങ്ങനെയല്ല, ഞാനിങ്ങനെ നമ്മള് റീലിലൊക്കെ അഭിനയിക്കണ പോലെ മുൻചേട്ടാ തങ്ങൾ വിളിക്കണ പോലെ ഞാൻ വിളിക്കും യോനച്ചാ എന്ന് വിളിക്കുമ്പോൾ എന്നോടും നമുക്ക് അത്ര വേണ്ട, ഒരു മീറ്റർ കുറച്ച് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞത്. കാരണം ദിലീഷേട്ടൻ ഞെട്ടിപ്പോയി. ഇത് ഞാൻ ദിലീഷിനെ അതായത് ജോയിൻ ചെയ്യണല്ലോ, ലക്ഷ്മി സെറ്റില് ജോയിൻ ചെയ്യണ ദിവസം തലേ ദിവസം ഞാൻ ദിലീഷിനെ വിളിച്ച്. അപ്പോൾ ദിലീഷിനെ വിളിച്ചിട്ട് പറഞ്ഞു നാളെ ജോയിൻ ചെയ്യുന്നുണ്ടല്ലോ. അറിയാം ജോയിൻ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഓൾ ദി ബെസ്റ്റ്, നിങ്ങൾ മാത്രം അനുഭവിച്ചാൽ പോരല്ലോ ഞാനും അനുഭവിക്കണ്ടേന്ന് പറഞ്ഞത് പുള്ളിക്കാരനെ. അപ്പോൾ അങ്ങനെ എന്തായിരുന്നാലും ഇവർക്ക് എല്ലാവർക്കും ഏറ്റവും സന്തോഷം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ ഷൂട്ടിന് ചിഞ്ചു ഉണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു. അമ്മ ഇന്റർനാഷണൽ പോസ്റ്റ് ആയിരുന്നു. പക്ഷെ അമ്മയുടെ സന്തോഷം എന്ന് വെച്ചാൽ നല്ല ഫുഡായിരുന്നു സെറ്റില്. എന്തൊക്കെ വേണം എന്നുള്ളതും ജ്യൂസ് പിന്നെ ചപ്പാത്തിയുടെ ഉള്ളിൽ എന്തൊക്കെയോ തൂത്തി നിറച്ചൊരു സാധനം, എന്തൊക്കെയോ ഭയങ്കര ടേസ്റ്റുള്ള ഫുഡായിരുന്നു. പിന്നെ മാന്തൽ ഫ്രൈ ലൈവ് ഫുഡായിരുന്നു. കാരണം ഇവര് രാത്രി റോന്താണല്ലോ, നൈറ്റ് പെട്രോളിംഗ് ആണല്ലോ കഥ. അപ്പോൾ 24 hours നടക്കുന്ന കഥയായ കാരണം വെളുപ്പം കാലത്താണ് ഷൂട്ട് റാപ്പ് ചെയ്യുക. ആ സമയത്ത് ഇവർ ലൈവ് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. എന്നിട്ട് പിന്നെ ഹോട്ടലിൽ പോയി കഴിക്കണ്ടല്ലോ. അങ്ങനെ അത്രയും ടേക്ക് കെയർ ഓഫ് ചെയ്തിരുന്നു ഫുഡിന്റെ കാര്യത്തിലൊക്കെ. അതുകൊണ്ട് അടിപൊളി ഫുഡ് മറക്കില്ല. ഓക്കെ, അപ്പം ചിഞ്ചുന്റെ ലൈഫില് മിഥുൻ പിന്നെയും എപ്പോഴും ട്രാവൽ ചെയ്യുന്ന ആളാണ്, ഷോയ്ക്ക് വേണ്ടിയും ഒക്കെ ഒരുമിച്ച് ഇങ്ങനെ പോകുന്നതാണ്. പക്ഷെ ഞാനിങ്ങനെ മാറി ലക്ഷ്മിയും ചിഞ്ചും കാര്യം ഇടയ്ക്കാണ് ഞാൻ ഓർക്കണ ഓണറാണ് കുറച്ചുകൂടി ഫോർമൽ ആക്കാവുന്നത്. എനിക്ക് ലക്ഷ്മി എന്ന് കേൾക്കുമ്പോൾ എന്തോ പോലെ എനിക്കും നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മളെ സാധാരണ ഭാഷയിൽ ചിഞ്ചു. പക്ഷെ ഒരിക്കലും തൻവി ഇല്ലാതെ ഇപ്പൊ ചിഞ്ചുവിനെ കാണല് വളരെ കുറവാണ്. എപ്പോഴും നിങ്ങൾ ഒരുമിച്ച് തന്നെയാണ്. ഇപ്പൊ ഇവിടെ ആണെങ്കിൽ ഒരുമിച്ചാണ്, നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ ഒരുമിച്ചാണ്. സോ ഒരു വെക്കേഷൻ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു ഷോ അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പൊ ഒരു മൂവി ഷൂട്ടിങ്ങിന് വേണ്ടി ഇങ്ങനെ മാറി നിന്നൊരു സമയത്ത് എങ്ങനെയായിരുന്നു ആഘോഷിച്ച് അവസ്ഥ? അവള് പറഞ്ഞു അമ്മ പോയിക്കോ, ഞാനിവിടെ ഫ്രണ്ട്സായിട്ട് ഹാങ് ഔട്ട് ചെയ്തോട്ടെ. കാരണം ഞാനെല്ലാം ഇങ്ങനെ വിടൊന്നുമില്ല, അങ്ങനെ ഹാങ് ഔട്ട് ചെയ്യാൻ ഒരുപാടൊന്നും വിടില്ല. അപ്പൊ അവള് പറഞ്ഞു ഞാൻ അച്ഛൻ്റെ കൂടെ അവിടെ പോകും ഇവിടെ പോകും മറ്റൊരു ചെയ്യും അത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരവസാനം ഞാൻ കഴിക്കാത്ത എല്ലാ ക്യൂസീനും പോയി ട്രൈ ചെയ്യുക, പോവാത്ത സ്ഥലം പോവാ. ഞാനില്ലാത്തവ എന്തൊക്കെ ചെയ്യുമോ അതൊന്നും എന്നെ ഇവിടെ ഒന്നും കൊണ്ടുപോയിട്ടില്ല. അത്ര ആഘോഷിച്ചിട്ടുണ്ട്. 3 ദിവസം ജീവിക്കുകയായിരുന്നു. ചിഞ്ചുന്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ ഈ പറയുന്നത് ഇതെല്ലാം ചെയ്യും, എല്ലാം കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഇവിടെ പോവാം, നാടൻ ഭക്ഷണം കഴിക്കാൻ പോവാം, ഇതാണ് സംഭവം. പക്ഷെ എനിക്ക് തനിക്ക് അങ്ങനെയല്ല, എല്ലാം ട്രൈ ചെയ്യണം എന്നുള്ളതാണ്. അവസാനം കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഒരുപാട് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് അവസാനം നമ്മള് കഞ്ഞിക്കടയിലോ ആരാമത്തിലോ പോയി കഴിക്കും. ചിഞ്ചുനെ കാണുമ്പോൾ ഒരു പക്ഷെ നമ്മുടെ ലിസണേഴ്സും സിനിമയെ കുറിച്ച് ഡെഫിനറ്റ്ലി സംസാരിക്കണം. എങ്കിലും എല്ലാ ദിവസവും എങ്ങനെയാ ചിഞ്ചു ഇങ്ങനെ കോണ്ടന്റ് കൊണ്ടുവരാനായിട്ട് പറ്റുന്നത്? നിങ്ങളുടെ കൂട്ടത്തില് ഒരു അതിന്റെ ഒരു രീതി എങ്ങനെയാ? സാധാരണ എപ്പോഴും മിഥുനായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ടോ, അതോ ചിഞ്ചു ആയിട്ട് തന്നെ അങ്ങ് ഡിസൈഡ് ചെയ്ത് പിന്നെ മിഥുൻ അങ്ങ് അഭിനയിപ്പിച്ചെടുക്കുകയാണോ? അത് ഡിപ്പെൻസ് ആക്ച്വലി. കാരണം ചില സമയത്ത് മുൻചേട്ടൻ പറയും, ചില സമയത്ത് ഞാൻ പറയും. പിന്നെ അല്ലെങ്കിൽ ഒരു ത്രെഡ് കിട്ടി നമ്മൾ ബ്രെയിൻ സ്റ്റോം ചെയ്ത് വർക്ക്ഔട്ട് ചെയ്ത് അത് വലുതാക്കും, ഡെവലപ്പ് ചെയ്യും. അങ്ങനെയാണ് നമ്മളൊരു കണ്ടന്റ് ഉണ്ടാക്കുന്നത്. എങ്കിൽ ഇത് എവിടെ ഇത്രയും സമയം? അതായത് ഒരു ദിവസം ഞാൻ വീട്ടിൽ വരുന്നിരിക്കല്ലേ, അപ്പൊ ഞാൻ കണ്ടന്റിന് വേണ്ടി ത്രെഡ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എങ്ങനെ ഏത് നേരം ഷൂട്ട് ചെയ്തിരിക്കല്ലേ? കാര്യം ഞാൻ ചില സമയത്തൊക്കെ നമ്മളൊരു റീൽ എടുക്കണം എന്ന് വിചാരിച്ച് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു പാർട്ടി, ഇപ്പൊ തന്നെ നമ്മൾ ഹിറ്റ് FM-ന്റെ ഒരു പാർട്ടിക്ക് ഇപ്പൊ നമ്മൾ ഭയങ്കര പ്ലാനിങ് ആണോ ഈ റീൽ ചെയ്യാം നമുക്ക്. പക്ഷെ ഡ്രസ്സിലാണല്ലോ, പക്ഷെ നമ്മൾ ഒരു റീലും മര്യാദക്ക് എടുത്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് ആൾക്കാരാകുമ്പോൾ നമുക്ക് പാടത് ചെയ്യാൻ. പക്ഷെ നമ്മൾ നമ്മുടെ വീട്ടിൽ 2 പേരൊക്കെ മാത്രമേ ആകുമ്പോൾ എളുപ്പമല്ല ചെയ്യാൻ. പിന്നെ തൻവിനെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്ത് കൊണ്ട് അഭിനയിപ്പിച്ചാൽ മതി ഇടയിൽ. പക്ഷെ എങ്കിലും ഇപ്പൊ തൻവി ആക്ച്വലി നല്ല കറക്റ്റ് ആയിട്ട് ആദ്യം ചെറിയൊരു മടി പോലെ നമുക്ക് കാണുമ്പോൾ തോന്നുന്നു. മടിയൊക്കെ ഉണ്ട്. ഒരുപാട് മുഖം ഇങ്ങനെ പൊത്തിരിക്കുന്നതാണ് അധികം വീഡിയോയിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് ഒരു മുഖം കാണില്ല, അതാണ് കാര്യം. അതുകൊണ്ട് മനസ്സിലാവുന്നത്. ശരി, അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ചിഞ്ചുവിന് അവസാനം ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം ആ ഒരു സ്ക്രീനിൽ നിന്നും നമ്മളെ ബിഗ് സ്ക്രീനിലേക്ക് ഡെഫിനറ്റ്ലി ഇതിന് മുൻപ് കണ്ടെങ്കിൽ കൂടിയും ഇത് തന്നെയായിരിക്കും നമ്മുടെ ഒരു മെയിൻ ലീഡ് റോൾ എന്നുള്ളത്. ചെറിയൊരു എന്താ പറയാ ഒരെണ്ണം ചെയ്തിരുന്നു, അത് പറയാൻ പാടുമോ?
അത് ഇനി പറയാം, കാരണം പക്ഷെ അത് വരാൻ പോണേ ഉള്ളൂ. അതിൽ പിന്നെ ഞാൻ ഉണ്ടാവില്ലെന്നൊന്നും എനിക്ക് അറിയില്ല എന്നാ പിന്നെ വേണ്ട നമുക്ക് പക്ഷെ ശരി, എന്തായാലും നമ്മൾ എല്ലാവരും അറിയേ നമുക്ക് ഡെഫിനറ്റ്ലി ഇപ്പൊ ഇതാണല്ലോ ഫസ്റ്റ് മൂവി എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇനി അങ്ങോട്ടേക്ക് എങ്ങനെയാണ്? ഇനി ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് മൂവീസിൽ കാണാൻ പറ്റുമോ? ഇല്ല ഇതൊരു ക്യാരക്ടർ കാരണം ഏറ്റെടുത്തതാണോ എന്താണ്? അല്ല, എനിക്ക് ഈ ക്യാരക്ടർ ഷാഹി കബീർ എന്നുള്ള ഒറ്റ പേര് കാരണമാണ് നമ്മളിത് ആക്സെപ്റ്റ് ചെയ്തത്. കാരണം അത്ര വലിയൊരു ബ്രാൻഡ് നെയിം ആണ്. പിന്നെ അപ്പൊ അതുകൊണ്ടാണ് അതിലേക്ക് പിന്നെ അഭിനയിച്ച ടീമിനാണെങ്കിലും നമ്മൾ എല്ലാവരെയും റോഷൻ ആണെങ്കിലും വളരെ എക്സ്പീരിയൻസ് വളരെ നല്ലൊരു ടീമിന്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയതുണ്ട്. ലോഞ്ചിൽ പറഞ്ഞ പോലെയാണ്, ഒരു വളരെ എളുപ്പമാണ് ഒരു പടം പാൻ ഇന്ത്യയിലൊക്കെ റോഷനെ വെച്ച് ചെയ്യിപ്പിച്ചാൽ മതി. അല്ല, റോഷനാണ് ഈ സ്ക്രിപ്റ്റ് ജംഗ്ലി പിക്ചേഴ്സിന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തത് മുഴുവൻ. കാരണം ഫുൾ മലയാളം സ്ക്രിപ്റ്റ് ആയ കാരണം ഇവർക്കൊന്നും പറയാൻ പറ്റണ്ടായിരുന്നില്ല. റോഷനാണ് ഇത് ഫുൾ ചെയ്തത്. അങ്ങനെ അതുകൊണ്ട് റോഷൻ എല്ലാ പടത്തിലും വന്നു കഴിഞ്ഞാൽ പാൻ ഇന്ത്യൻ ആവും എന്നാണ് പറയുന്നത്. അല്ല, ആക്ച്വലി നമുക്ക് റോഷനെ അത്രയധികം പാൻ ഇന്ത്യൻ മൂവീസിൽ കാണാനും കിട്ടുന്നുണ്ട്. പിന്നെ കുറെ തിയേറ്റർ വർക്ക്സ് ഒക്കെ പുള്ളിയാണ് ഡയറക്ട് ചെയ്യുന്നത്. പുള്ളി വളരെ കലിബറുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. ഓക്കെ, ആൻഡ് ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾ വേറെയും ഒരു സിനിമയുടെ പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, ചത്താപ്പച്ച. അപ്പൊ അതിലും ഞാൻ ചെയ്യുന്നുണ്ട്, ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അതിപ്പോ ജൂലൈയിലായിരിക്കും അതിന്റെ ഷൂട്ട് വരുന്നത്. അത് ഇപ്പൊ വരുന്നുണ്ട്. പക്ഷെ 22-25 ഡേയ്സ് വരുന്നുണ്ട് ഷൂട്ട്. അത് അത്രയും ദിവസം മാറി നിൽക്കണം. അത് മാത്രമല്ല ഒരു ചെറിയൊരു വിഷമം. അങ്ങനെ നോക്കി ആ മുഖത്തേക്ക് ഒരു വിഷമമില്ല. മുഞ്ചേട്ടൻ വേണമെങ്കിൽ എന്റെ അടുത്ത് പറയും, ഞാൻ ടിക്കറ്റ് എടുത്തരാം, നീ പൊയ്ക്കോ, നീ എന്തിനങ്ങനെ തിരിച്ചു വന്നേന്നാണ്. തിരിച്ചു വരുന്ന അങ്ങനെയൊക്കെ ഉണ്ട്. തിരിച്ചു വരുന്നതിന് മുന്നേ ഫോൺ ചെയ്യണം എന്നെങ്ങാനും പറയാറുണ്ടോ? വിളിച്ച് അന്വേഷിച്ചിട്ട് വന്നാൽ മതി അങ്ങനത്തെ ഡയലോഗ്സ് സാധാരണ ഞാൻ ഇവിടെ സ്ഥിരം കേൾക്കുന്ന ഡയലോഗ്. നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ പറയും വിളിച്ചിട്ട് വന്നാൽ മതി, അല്ലെങ്കിൽ അവിടെ നിന്നോളാൻ പറയാം. വീട്ടിലത്തെ പോലെ തന്നെ വീട്ടിലത്തെ കാര്യം പറയണ്ട. സത്യം, ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തുടങ്ങി കഴിഞ്ഞാൽ പറയണ്ട. വെള്ളം കരിക്കാൻ വരാൻ പറ്റും ചേട്ടന്. എനിക്കറിയായിരുന്നു ഈ ടാലന്റ്, ഞാൻ പണ്ടേ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഓണർ വന്നു കഴിഞ്ഞാൽ ഇതൊന്നും എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ പറ്റാറില്ല. പലപ്പോഴും ചീത്തപ്പേര് എനിക്ക് മാത്രമാണ് വരാറുള്ളത്. ചിഞ്ചു വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ മിഥുൻ രമേശ് എന്ന് പറയുന്ന വ്യക്തിയുടെ റോന്ത് എന്നാണ് പേര്, അല്ലാതെ ഓന്ത് എന്നല്ല. ഇല്ല, നമ്മുടെ ലിസണേഴ്സിന്റെ അടുത്ത് എന്താ പറയാനായിട്ടുള്ള റോന്തിനെ കുറിച്ച് ഇന്റർവ്യൂ മുഴുവൻ എന്റെ അടുത്ത് അവസരം ഷാഹി കബീറെ ഷാഹി വിളിച്ചിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ലക്ഷ്മി വന്ന് ലക്ഷ്മിയുടെ ഇന്റർവ്യൂവിനാണ് കേട്ടോ ഏറ്റവും കൂടുതൽ റീച്ച് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ വെച്ചാല് എത്രയോ മറ്റേ ഒരു ഇന്റർവ്യൂവിന്റെ ഇത് എത്രയോ മില്യൺസ് പോയി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. ഒരൊറ്റ സങ്കടമുള്ളൂ ഇതിന്, അതിനകത്ത് റോന്തിനെ പറ്റി ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു അത് ആദ്യം അവസാനം ഇപ്പൊ ഇവരിടയിലുള്ള മാത്രം കട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യാനാ, എന്റെ കുറ്റാണോ അത്? അല്ല, അത് മനസ്സിലാക്കാം. ഡിപ്രഷനെ പറ്റിയിട്ടും ഇത് ചെയ്ത്. അപ്പോ ഇത് കഴിഞ്ഞിട്ട് ഞാനപ്പം ബഹ്റൈനിൽ നിൽക്കുമ്പോഴേ ഇത് വന്നത്. അപ്പോൾ എന്റെ അടുത്ത് ആൾക്കാർ ഒരുപാട് തവണ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്ത അത് പലപ്പോഴും എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഫുൾ കേക്കില്ല. ആ ഒരൊറ്റ വാക്കാണ് ശ്രദ്ധയിൽ പെട്ടത്. ഓ, അപ്പൊ ആണോ അങ്ങനെയാണോ എന്നുള്ളതാണ്. അതാണ് അത് മിക്കപ്പോഴും. അപ്പൊ അവസാനം റോന്തിനെ പറ്റിയാണോ ഇനി പ്രാന്തിനെ പറ്റിയാണോ പറയണത്? ഇവിടെ നമ്മുടെ ലിസണേഴ്സ് പറയുന്നു, ആദ്യമായിട്ടാണ് മിഥുൻ ചേട്ടൻ ഉത്തരം മുട്ടിയിരിക്കുന്നേ എന്ന് പറയുന്നു. ഷോയിൽ മിഥുൻ ആൻഡ് നിമ്മി മാറ്റി ചിഞ്ചു ആൻഡ് നിമ്മി മതിയായിരുന്നു എന്ന് പറയുന്നു. അതാണ് രസം എന്ന് പറയുന്നു. പക്ഷെ ചിഞ്ചുരുത രാജനാക്കി എടുത്തൂടെ? മാസത്തിൽ ഒരു തവണെങ്കിലും വന്നെങ്കിലും ആ മിഥുനൊന്ന് അടങ്ങി ഒതുങ്ങി മര്യാദക്ക് ഇരുന്ന് ഷോ ചെയ്യും. കയ്യാല പുറത്ത് കുരങ്ങിട്ടോ പോലെ ഇരിക്കുന്നത് ഇതാണ് അടങ്ങി ഒതുങ്ങിയിരിക്കുന്നത്. പോലെ പോലെ ഉപമ അത്രേ ഞങ്ങൾ ഉദ്ദേശിച്ചുള്ളൂ. റോന്ത് GCC വേൾഡ് വൈഡ് റിലീസാണ്. പിന്നെ 13-ാം തീയതിയാണ് റിലീസ്. അപ്പൊ എല്ലാവരും പോയി കാണാം. ഹോപ്പ് ഓൾ അവർ എഫേർട്സ് ആർ അപ്രീഷിയേറ്റഡ്. കേട്ടാ, 13-ാം തീയതി അത് മറ്റന്നാള് വൈകുന്നേരം നമ്മുടെ സ്ക്രീനിംഗ് ഉണ്ട്, അതിനുണ്ടാവുമോ? ഞാൻ വരും. ചിഞ്ചു ഒരു കാര്യം ചെയ്യാം, പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല ബുദ്ധിമുട്ടാവും. നമ്മൾ റോന്തിന്റെ ടിക്കറ്റ്സ് ഇതുവരെ കൊടുത്തിട്ടില്ല. അപ്പം നമ്മളുടെ ലിസണേഴ്സിന് ഇന്നൊരു ക്വസ്റ്റ്യൻ നമ്മളെല്ലാം സാധാരണ എപ്പോഴും ചോദിക്കുന്നത്, എന്തെങ്കിലും റോന്ത് മൂവി റിലേറ്റഡ് ആയിട്ടുള്ളോ എന്തെങ്കിലും ചോദിച്ചു. ഓക്കെ. ഷാഹി ചേട്ടൻ ഇതിന് മുമ്പ് സംവിധാനം ചെയ്ത സിനിമയുടെ പേര് പറയൂ. നമ്മൾ അങ്ങനെ തന്നെയാണ്, നമ്മൾ സാധാരണ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. അല്ലേ, എന്താണ് കുഴപ്പം? ഇല്ല, ഇത് പക്ഷെ ചിഞ്ചുവിന്റെ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഈ ചോദ്യത്തെ മാറ്റിയിരിക്കുന്നു. അപ്പോൾ റൈറ്റ് ആൻസേഴ്സ് അറിയിക്കുക. എന്നിട്ട് നമ്മൾ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് ഒരാൾക്ക് റോന്തിന്റെ ടിക്കറ്റുകൾ സമ്മാനമായിട്ട് നൽകുന്നതാണ്. ചിഞ്ചു എക്സ്ട്രീംലി ഹാപ്പി. ഞങ്ങൾ
വെയിറ്റിംഗ് ആണ് സലോമിനെ കാണാനായിട്ട്. എല്ലാരും ഉണ്ടാവില്ലേ സ്ക്രീനിങ്ങിന്? എല്ലാരും സ്ക്രീനിങ്ങിന് ഉണ്ടാവില്ലേ? നമ്മള് സ്റ്റേഷൻ എല്ലാവരും ഉണ്ട്, നമ്മുടെ ലിസണേഴ്സിനും നമ്മൾ ടിക്കറ്റ്സ് കൊടുക്കുന്നുണ്ട്. ബാക്കി എല്ലാ ആൾക്കാരും ഡെഫിനറ്റ്ലി തിയേറ്റേഴ്സിൽ പോയിട്ട് കാണുക ആൻഡ് അഭിപ്രായം അറിയിക്കുക, മനസ്സിലായോ? ആൻഡ് ഇനി തുടർന്നും സ്ക്രീനുകളിൽ നിറഞ്ഞ ക്യാരക്ടറുകൾ, കഥാപാത്രങ്ങൾ വരട്ടെ. ചിഞ്ചു, ഇതൊരു കിടിലൻ സ്റ്റാർട്ട് ആവട്ടെ. ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ പോയി അഭിനയിക്കാൻ പറ്റും. ഞാൻ ഓഫ് ചെയ്തരാം, മൈക്ക് ഓഫ് ചെയ്യാൻ ഞാൻ FB ലൈവ് ഓഫ് ചെയ്യാം. പിന്നെ എന്ത് നടന്നാലും ഞാൻ ആരോടും ഇവിടെ പറയില്ല. സത്യം കേട്ടോ, ഞാനും എനിക്കറിഞ്ഞൂടെ, എന്നോട് ചോദിക്കല്ലേ സത്യം. ഓ വീട്ടിലാണെങ്കിൽ പിന്നെ 2 മണിക്കൂർ ബാത്റൂമില്ല, അത്ര സമയം പോയി കിട്ടും. ബാക്കി മണിക്കൂർ ഷോ, പിന്നെ ബാക്കിയുള്ള മണിക്കൂർ ഷോ ഹോസ്റ്റിംഗ്, ഇനോഗ്രേഷൻ, ഫോർട്ട്നൈറ്റ് കളിക്കും. ഭയങ്കര വെട്ടല, പുറകെ ആള് വന്ന് നിന്നാലും ഇങ്ങനെ കണ്ണൊന്നും കാണാണ്ട്. എനിവേസ്, അടിപൊളി. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വളരെ വളരെ പ്രതീക്ഷിക്കാത്ത ഒരു കോമ്പിനേഷൻ ആണ് ഇന്ന് റേഡിയോ ആക്റ്റീവിൽ ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. സോ ചിഞ്ചു ഒരിക്കൽ കൂടി ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. എല്ലാവരും റോഡ് പോയി കാണൂ, തിയേറ്ററുകളിൽ തന്നെ പോയി കാണൂ. ഈ വരുന്ന 13-ാം തീയതി തിയേറ്ററുകളിൽ എത്തുന്നതാണ്.